സുനന്ദ കൊലപാതക കേസിൽ ശശി തരൂരിനെ കൂടുതൽ ചോദ്യം ചെയ്യാനിരിക്കെ ബിജെപി നേതാവ് വരുൺ ഗാന്ധി ശശി തരൂരുമായി കൂടിക്കാഴ്ച നടത്തി. വരുൺ ഗാന്ധി തരൂരിന്റെ വീട്ടിലെത്തി നടത്തിയ കൂടിക്കാഴ്ച ഏറെ ദുരൂഹതകൾ ഉയർത്തുന്നുണ്ട്. What do you SMS? Read article in TOI. Foreign Affairs Committee. Was it a personal meeting? About the Foreign Affairs Committee. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്ന് സന്തോഷ് സർലിംഗ് ചേരുന്നു. സന്തോഷ്, വിവരങ്ങൾ. രശ്മി, ഇന്ന് രാത്രി 7:00 വരുൺ ഗാന്ധി ശശി തരൂരിനെ കാണാൻ തരൂരിന്റെ വസതിയിലെത്തിയത്. അരമണിക്കൂറോളം ഇരുവരും അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുകയും ചെയ്തു. 8 മണിയോടുകൂടി വരുൺ ഗാന്ധി മടങ്ങിപ്പോയപ്പോൾ ഇതിനെ സംബന്ധിച്ച് പ്രതികരണം ആരാഞ്ഞപ്പോൾ ഇത് പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ് താൻ, അതിന്റെ അധ്യക്ഷനാണ് ശശി തരൂർ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് എത്തിയതാണെന്ന് മാത്രമാണ് വരുൺ ഗാന്ധി പ്രതികരിച്ചത്. സുനന്ദ പുഷ്കർ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ വരുൺ ഗാന്ധി തയ്യാറായതുമില്ല. ഈ കേസിൽ, അതായത് ഈ സുനന്ദ പുഷ്കർ കേസ് 2ാം ഘട്ടത്തിൽ ശക്തമാവുകയും കൊലപാതകമാണെന്ന് കണ്ടെത്തി ദില്ലി പോലീസ് FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഒരു മുതിർന്ന നേതാവ് BJPയിൽ നിന്ന് ആദ്യമായാണ് തരൂരുമായി ഇത്തരത്തിലൊരു ചർച്ച നടത്തുന്നത്. അതിന്റെ ചർച്ച സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. കാരണം കേസ് 2ാം ഘട്ടമായി തരൂരിനെ ചോദ്യം ചെയ്യുമെന്ന് ഡൽഹി പോലീസ് അറിയിച്ചിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ പ്രാഥമികമായ ചില ചോദ്യങ്ങൾ തന്നെയാണ്, പക്ഷേ നിർണായക വിവരങ്ങൾ തരൂരിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കുരുക്ക് മുറുകുന്ന ഒരു സാഹചര്യത്തിലാണ് വരുൺ ഗാന്ധിയുടെ സന്ദർശനം. വരുൺ ഗാന്ധി BJP നിർവാഹക സമിതി അംഗമാണ്. അമ്മ മേനകാ ഗാന്ധി കേന്ദ്രമന്ത്രിയാണ്. മോദിയുമായി അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ വരുൺ ഗാന്ധി ആരുടെ ദൂതനായാണ് എത്തിയതാണ് എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും പലതരത്തിൽ ഈ കേസ് ഒതുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതിനിടയിലാണ് ഈ സന്ദർശനം എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് സമാപനമായി. ഇഞ്ചോടിഞ്ച് നീണ്ട പോരാട്ടത്തിനൊടുവിൽ 916 പോയിന്റുമായി കോഴിക്കോടും പാലക്കാടും സ്വർണ്ണക്കപ്പ് പങ്കിട്ടു. അടുത്ത വർഷം കലോത്സവത്തിന് എറണാകുളം ജില്ല വേദിയാകും. കോഴിക്കോടിന്റെ പ്രൗഢഗംഭീരമായ സദസ്സാണ് 55ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ സമാപന ചടങ്ങിന് സാക്ഷികളായത്. രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ ചലച്ചിത്ര താരങ്ങളായ ജയറാം, റിമ കല്ലിങ്കൽ, ചലച്ചിത്ര സംവിധായകൻ ആഷിഖ് അബു എന്നിവർ മുഖ്യാതിഥികളായി. വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തിലെ വിധി നിർണയത്തിൻ്റെ കാര്യത്തിൽ, വിധികർത്താക്കളുടെ കാര്യത്തിൽ ഒക്കെ തന്നെ വലിയ തോതിലുള്ള ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്ന് ഗവൺമെൻറ് കരുതുകയാണ്. ഈ അപ്പീലുകളുടെ പ്രളയം എത്രമാത്രം കുറക്കാൻ കഴിയുമോ അതിനുള്ള പരിശ്രമങ്ങളും നടപടികളും നിയമനിർമ്മാണം ആവശ്യമാണെങ്കിൽ അതുപോലും ഉണ്ടാക്കിയെടുക്കുവാൻ ഗവൺമെൻറ് സന്നദ്ധമാണ്, തീരുമാനിക്കുകയാണ് എന്നുള്ള കാര്യം ഞാനിവിടെ അറിയിക്കുകയാണ്. മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിനിടെ 50ഓളം വരുന്ന SFI പ്രവർത്തകർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ വിഷയം ഉന്നയിച്ച് മന്ത്രിക്ക് കരിങ്കൊടി വീശി. അവസാന നിമിഷം വരെ ആവേശം നീണ്ട പോരാട്ടത്തിനൊടുവിൽ കോഴിക്കോടും പാലക്കാടും സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടു. സദസ്സിന്റെ നിറഞ്ഞ കയ്യടിയോടെ ഇരു ജില്ലാ ടീം മാനേജർമാരും കപ്പ് ഏറ്റുവാങ്ങി. ചരിത്രം കപ്പലിറങ്ങിയ മധുരത്തിന്റെ നാട്ടിൽ കലോത്സവത്തിന് തിരശീല വീണു കഴിഞ്ഞു. ഇനി അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ മടിത്തട്ടിൽ കാണാം. കലോത്സവ നഗരിയിൽ നിന്നും ടീം പീപ്പിളിന് വേണ്ടി വിനിഷ വൃന്ദാവൻ. ഫോട്ടോ ഫിനിഷിൽ വന്ന ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് ഇരു ജില്ലകളും കലാകിരീടം പങ്കിട്ടത്. ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾക്കാണ് കലോത്സവ നഗരി സാക്ഷിയായത്. കോഴിക്കോടിനും പാലക്കാടിനും അഭിമാന പോരാട്ടമായിരുന്ന 55ാമത് സ്കൂൾ കലോത്സവം മണിക്കൂറുകളോളം നീണ്ട ആകാംക്ഷഭരിതമായ നിമിഷങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഉച്ചയോടെ മത്സരങ്ങൾ പൂർത്തിയായി ചില ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ 8 പോയിന്റ് ലീഡിലായിരുന്നു പാലക്കാട്. ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾക്കിടെ അപ്പീലുകളാണ് അന്തിമ ഫലത്തെ മാറ്റിമറിച്ചത്. ഇരു ജില്ലകളും ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുമ്പോൾ കലോത്സവ നഗരി ആവേശഭരിതമായി. ആദ്യം 909 പോയിന്റിലും പിന്നീട് 914 പോയിന്റിലേക്കും ഇരു ടീമുകളുടെ വാശിയേറിയ പോരാട്ടം. ഇതിനിടെ കപ്പ് പലതവണ കോഴിക്കോടിന് നഷ്ടമാകുമോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ പാലക്കാട് 2 പോയിന്റ് മുന്നിട്ട് നിന്നു. കോഴിക്കോടിനൊപ്പം ലോകമെമ്പാടുള്ള മലയാളികളും ശ്വാസമടക്കി പിടിച്ചിരുന്ന ഏതാനും നിമിഷങ്ങൾ. അവസാനത്തെ വൃന്ദവാദ്യത്തിലെയും ട്രിപ്പിൾ ജാസിലെയും അപ്പീലുകളാണ് ഫലത്തെ മാറ്റിമറിച്ചത്. തുടർന്ന് കോഴിക്കോട് വിട്ടുകൊടുക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് 916 എന്ന പാലക്കാടിന്റെ പോയിന്റിനൊപ്പം ഉറച്ചു നിന്നു. സാധാരണ സ്വർണത്തിന് പറയുക 916 എന്നാണ്. അതിൻ്റെ 100% പ്യൂരിറ്റിക്ക് കോഴിക്കോടിന്റെ പോയിന്റ് 916, പാലക്കാടിന്റെ പോയിന്റ് 916.
ഇതോടെ 2 ടീമുകൾ കലാകിരീടം പങ്കിട്ടെടുക്കുന്നത് 4ാം തവണ. ഒടുവിൽ 2000 എറണാകുളത്ത് നടന്ന മേളയിലാണ് പാലക്കാടും കണ്ണൂരും കപ്പ് പങ്കിട്ടത്. കഴിഞ്ഞ തവണ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ട കോഴിക്കോടിനും നേരിയ വ്യത്യാസത്തിന് കപ്പ് നഷ്ടമായ പാലക്കാടിനും ഇക്കുറി ആശ്വാസം. ഒപ്പം ഇരുകൂട്ടർക്കും അഭിമാനവും. കലോത്സവ നഗരിയിൽ നിന്നും ടീം പീപ്പിളിനൊപ്പം ഷമീമ സലാം. ബാർകോഴ കേസിൽ ബിജു രമേശ് വിജിലൻസിന് തെളിവുകൾ കൈമാറി. കൂടുതൽ തെളിവുകൾ അടങ്ങിയ ഹാർഡ് ഡിസ്ക് കോടതിക്കോ കേന്ദ്ര ഏജൻസിക്കോ മാത്രമേ നൽകൂ എന്നും ബിജു രമേശ് വ്യക്തമാക്കി. ദൈർഘ്യമുള്ള ശബ്ദരേഖയടങ്ങിയ CD-യുമായാണ് ബിജു രമേശ് വിജിലൻസ് ഓഫീസിലെത്തിയത്. ബാർ ഓണേഴ്സ് അസോസിയേഷൻ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ മന്ത്രി KM മാണിക്ക് പണം നൽകിയതിനെക്കുറിച്ച് ഭാരവാഹികൾ നടത്തിയ വെളിപ്പെടുത്തലുകളാണ് CD-യിലുള്ളതെന്ന് ബിജു രമേശ് പറഞ്ഞു. സാക്ഷികൾ കൂറുമാറാതിരിക്കാൻ സാക്ഷികൾ തന്നെ പറഞ്ഞിട്ടുള്ള മീറ്റിങ്ങുകൾ അവർ കൊണ്ടുപോയി കൊടുത്ത അസോസിയേഷൻ്റെ പൈസ പറഞ്ഞിട്ടുള്ളതിൻ്റെ പൂർണ്ണമായ രേഖകളാണ് ഇതിനകത്ത് ഉള്ളവർക്ക്. ഏകദേശം 2.5 മണിക്കൂറോളമുള്ള സംഭാഷണങ്ങളാണ് ഇന്ന് കൈമാറുന്നത്. 3 മണിക്ക് ആരംഭിച്ച CD പരിശോധന 7 മണിവരെ നീണ്ടുനിന്നു. CD-യിലെ വിശദാംശങ്ങൾ മുഴുവൻ വിജിലൻസ് ഉദ്യോഗസ്ഥർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ടെന്ന് ബിജു രമേശ് പറഞ്ഞു. എൻ്റെ മൊഴിയല്ല, ഈ CD-യിലുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും അവർ ഓരോരുത്തർ കൊണ്ടുപോയി കൊടുത്തതും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ആദ്യം തൊട്ടേ ഉള്ളത് അതിനകത്തുമുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ടുള്ള ചർച്ചയിലും അതിനുശേഷവും അത് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതും എന്തൊക്കെ പൂർണ്ണ വിവരങ്ങൾ അതിനകത്തുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ആരൊക്കെ പറയുന്നതെന്നുള്ള സംഭാഷണങ്ങളുടെ ശബ്ദങ്ങൾ ആരുടെയൊക്കെയാണെന്നുള്ളത് പൂർണ്ണമായി അവർ എഴുതിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി അത് ഫെയറായിട്ട് ഇന്ന് രാത്രി കൊണ്ട് തന്നെ അവർ തീർത്തതിന് ശേഷം മാത്രമേ എൻ്റെ മൊഴി ഈ എവിഡൻസുമായിട്ട് ചേർന്ന മൊഴി രണ്ടാമത് രേഖപ്പെടുത്തുള്ളൂ. ജേക്കബ് തോമസിന് സ്ഥാനക്കയറ്റം നൽകി വിജിലൻസ് ADGP സ്ഥാനത്ത് നിന്നും മാറ്റിയതോടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആത്മവീര്യം തകർന്നതായി ബിജു രമേശ് പറഞ്ഞു. ഇന്ന് അന്ന് വളരെ സന്തോഷവാനായിരുന്ന സുകേഷ് സാറിൻ്റെ മുഖം ഇന്ന് വളരെ ടെൻഷനിലാണ് ഓരോ കാര്യങ്ങളും തിരിയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനും നല്ല സമ്മർദ്ദങ്ങളോ പ്രഷറോ ഉണ്ട് എന്ന് സാധാരണ രീതിയിൽ തന്നെ അദ്ദേഹം വളരെ മൂകമായിട്ടാണ് ഞാനിന്ന് സുകേഷ് സാറിനെ കാണപ്പെട്ടത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ കോടതിയെ സമീപിച്ചാൽ കേസിൽ കക്ഷി ചേരുമെന്നും ബിജു രമേശ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർകോഴ കേസിന്റെ അന്വേഷണ തലവനായ വിജിലൻസ് ADGP ജേക്കബ് തോമസിന് DGP ആയി സ്ഥാനക്കയറ്റം നൽകി. ഇതോടെ അന്വേഷണ ചുമതലയിൽ ജേക്കബ് തോമസിന് മാറേണ്ടി വരും. മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് ഈ തീരുമാനം. ബാർകോഴ കേസിൽ ശക്തമായ നിലപാടെടുത്ത ജേക്കബ് തോമസിനെ നീക്കാൻ സർക്കാരിന് മേൽ വൻ സമ്മർദ്ദമുണ്ടായിരുന്നു. KM മാണിക്കെതിരായ ബാർകോഴയിൽ പ്രഥമ ദൃഷ്ട്യാ കുറ്റം കണ്ടെത്തി കേസ് രജിസ്റ്റർ ചെയ്ത വിജിലൻസ് ADGP ജേക്കബ് തോമസിനെയാണ് അന്വേഷണ മേൽനോട്ട ചുമതലയിൽ നിന്ന് മാറ്റിയത്. ജേക്കബ് തോമസിന് DGP ഗ്രേഡിലേക്ക് സ്ഥാനക്കയറ്റം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയായിരുന്നു. വിജിലൻസിലെ കീഴ്വഴക്കമനുസരിച്ച് 2 DGPമാർ ഒരേ സമയം പാടില്ല. നിലവിൽ ഡയറക്ടർ വിൻസൻ M. പോളിന് DGP റാങ്കാണ്. സ്വാഭാവികമായും തസ്തിക കിട്ടുമ്പോൾ ജേക്കബ് തോമസ് വിജിലൻസിൽ നിന്ന് മാറേണ്ടി വരും. ഡോക്ടർ ജേക്കബ് തോമസിനൊപ്പം ലോക്നാഥ് ബെഹ്റ, അരുൺകുമാർ സിൻഹ, ഋഷിരാജ് സിംഗ് എന്നീ ADGPമാരെയും DGP റാങ്കിലേക്ക് ഉയർത്തി. സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ചുള്ള നിയമപരമായ നടപടിക്രമം മാത്രമാണിതെന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. അതിനുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സ്ക്രീനിംഗ് കമ്മിറ്റി പാനൽ വന്നപ്പോൾ അത് മന്ത്രിസഭ അംഗീകാരം കൊടുത്തു. അത് വെറും സാധാരണ നടപടിയാണ്. അതിന് പ്രമോഷൻ കിട്ടുന്നത് ആ ടേൺ അനുസരിച്ച് വരുമ്പം മാത്രമാണ്. അത് ഉടനെ DGPയുടെ പ്രമോഷനൊന്നുമല്ല. നിങ്ങൾക്ക് കൊടുക്കുന്ന വാർത്തയ്ക്കൊരു വിശ്വസനീയത വേണ്ടെങ്കിൽ ഇതൊക്കെ കൊടുക്കാം, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യരുത്. വാർത്തയ്ക്ക് വേണ്ടി എന്തുവാകാം എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. അതേസമയം ബാർകോഴയിൽ അന്വേഷണ ചുമതല ജേക്കബ് തോമസിന് അല്ലെന്ന് കാട്ടി ആഭ്യന്തര വകുപ്പ് പത്രക്കുറിപ്പിറക്കി. വിജിലൻസ് ഡയറക്ടർ വിൻസൻ M. പോളിനാണ് അന്വേഷണ ചുമതല എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ വിശദീകരണം. പാറ്റൂർ കേസിന്റെയും TO സൂരജിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിന്റെയും അന്വേഷണ ചുമതലയിൽ നിന്നും ജേക്കബ് തോമസിന് മാറേണ്ടി വരും. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർകോഴയിലെ പുതിയ ആരോപണങ്ങൾക്ക് നാഥനില്ലെന്ന മുഖ്യമന്ത്രി. ബിജു രമേശ് വിജിലൻസിന് തെളിവുകൾ നൽകുന്നത് നല്ല കാര്യമെന്ന് KM മാണി. LDF സമരത്തിൽ അങ്കലാപ്പില്ലെന്നും മാണി. ഇങ്ങനെ ഒരു മന്ത്രിയെ വെച്ചു പൊറുപ്പിക്കണമെന്ന് ജനങ്ങൾ ചിന്തിക്കണമെന്ന് VS പ്രതികരിച്ചു. ബാർകോഴയിൽ പുതിയ ആരോപണങ്ങൾക്ക് നാഥനില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നാഥനില്ലാത്ത ആരോപണങ്ങൾക്ക് മറുപടിയില്ല. ബാലകൃഷ്ണപിള്ളയ്ക്ക് ഈ മാസം 28-ന് മറുപടി കിട്ടുമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അദ്ദേഹം പറയട്ടെ, എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം അത് വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അത് ശരി. അപ്പം എന്നെ പറയത്തില്ല. അപ്പം ഇത് തന്നെയാണ് പ്രശ്നം. ഏതിനും ഒരു നാഥൻ ഉണ്ടാകട്ടെ, അപ്പം പറയാം.
നോ അതൊന്നും പിന്നെ വിലപ്പോവില്ല. ഉള്ളവർ തുറന്നു പറയട്ടെ. ബിജു രമേശ് വിജിലൻസിന് തെളിവുകൾ നൽകുന്നത് നല്ല കാര്യമെന്ന് മന്ത്രി കെ എം മാണി പറഞ്ഞു. LDF സമരത്തിൽ അങ്കലാപ്പില്ലെന്നും മാണി പറഞ്ഞു. LDF സമരം നടത്താതെ നല്ല നമുക്ക് അത്ഭുതം. LDFിന്റെ സമരം കേട്ട് നമ്മൾ ആരെങ്കിലും അങ്കലാപ്പുണ്ടോ? അവർ സമരം നടത്തട്ടെ, നല്ല കാര്യം. വിജിലൻസിന് മുമ്പിൽ തെളിവ് കൊടുക്കട്ടെ, ഉള്ള തെളിവുകളൊക്കെ ഹാജരാക്കട്ടെ, നമുക്കറിയാമല്ലോ. ബജറ്റ് വിറ്റ് കാശാക്കിയ മാണിയെ ഇനിയൊരു ബജറ്റ് അവതരിപ്പിക്കാൻ അഭിമാനബോധമുള്ള കേരളീയർ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പറഞ്ഞു. മാണിയെ അറസ്റ്റ് ചെയ്ത് കേസ് അന്വേഷിക്കണമെന്നും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും VS ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഒരു മന്ത്രിയെ വെച്ചുപൊറുപ്പിക്കണോ എന്ന് ജനങ്ങൾ ചിന്തിക്കണമെന്നും VS പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. മാണിക്ക് പിന്നിൽ കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി നിൽക്കുമെന്നും മാണിക്കെതിരായ ആരോപണങ്ങൾ തെളിയിച്ചാൽ കേരള കോൺഗ്രസിലെ 2 മന്ത്രിമാർ രാജിവെക്കുമെന്നും ചീഫ് വിപ്പ് PC ജോർജ് പറഞ്ഞു. ഇതിനിടെ ബാലകൃഷ്ണപിള്ളയെ പരിഹസിച്ച് MM ഹസൻ രംഗത്തെത്തി. പിള്ളയെ UDF വൈകാരിക ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ഹസൻ പറഞ്ഞു. ബാലകൃഷ്ണപിള്ളയെ UDFിൽ നിന്ന് മോചിപ്പിച്ചാൽ അഴിമതിക്കെതിരായ പോരാട്ടത്തിന് കേരളത്തിന് ഒരു അണ്ണാഹസനെ ലഭിക്കുമെന്നും ഹസൻ ചൂണ്ടിക്കാട്ടി. വിവിധ ന്യൂസ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. അടിയന്തര LDF യോഗം നാളെ തൃശൂരിൽ ചേരും. ബാർക്കോഴ കേസിലെ പുതിയ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ മാണിക്കെതിരായ പ്രക്ഷോഭം ശക്തമാക്കുന്നത് ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത്. KM മാണിയെ അടുത്ത ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ വ്യക്തമാക്കി. കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാണിക്കെതിരെ കോൺഗ്രസ് വക്താവ് അജയ് തറയിൽ. ഇത്തവണത്തെ ബജറ്റ് മാണി അവതരിപ്പിക്കരുതെന്ന് അജയ് തറയിൽ അഭിപ്രായപ്പെട്ടു. മാണിക്ക് പകരം മുഖ്യമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ മരത്തിൽ കയറി യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. 3 മണിക്കൂറോളം നീണ്ട നാടകീയ രംഗങ്ങൾക്ക് ശേഷം യുവാവ് താഴെയിറങ്ങി. KSRTC റാങ്ക് ലിസ്റ്റിലുള്ള തിരുവനന്തപുരം സ്വദേശിയാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 24 മണിക്കൂർ സമരം നടത്തിവരികയായിരുന്നു KSRTC ഡ്രൈവേഴ്സ് റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ. വൈകിട്ട് 4 മണിയോടെയാണ് റാങ്ക് ഹോൾഡേഴ്സ് ലിസ്റ്റിലെ ക്രിസ്റ്റഫർ ആത്മഹത്യാ ഭീഷണിയുമായി സമീപത്തെ മരത്തിന് മുകളിൽ കയറിയത്. തുടർന്ന് 3.5 മണിക്കൂറോളം ക്രിസ്റ്റഫർ ആത്മഹത്യാ ഭീഷണിയുമായി മരത്തിന് മുകളിൽ തന്നെ ഇരുന്നു. KSRTC ഡ്രൈവർമാരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നും ലിസ്റ്റിലുള്ള 20,000-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് വേതനം നൽകണമെന്നുമായിരുന്നു പ്രധാന ആവശ്യം. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും ക്രിസ്റ്റഫർ താഴെ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് ADMന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ച നടന്നു. 3.5 മണിക്കൂറോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഗതാഗതം തടസ്സപ്പെടുകയും വൻ ജനാവലിയുമുണ്ടായി. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താമെന്നും ഇനി റിപ്പോർട്ട് ചെയ്യുന്ന ഒഴിവിലേക്ക് ഈ ലിസ്റ്റിൽ നിന്നുള്ളവരെ പരിഗണിക്കാമെന്നുമുള്ള KSRTC MDയുടെ ഉറപ്പിന്മേലാണ് സമരം അവസാനിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട രാഷ്ട്രീയ നയ അവലോകന രേഖ, കരട് രാഷ്ട്രീയ പ്രമേയം എന്നിവയ്ക്ക് CPM കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരം. പോളിറ്റ് ബ്യൂറോ തയ്യാറാക്കിയ കരട് രേഖകൾക്കാണ് ഹൈദരാബാദിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി ചർച്ചകൾക്ക് ശേഷം അംഗീകാരം നൽകിയത്. 3 ദിവസങ്ങളിലായി ഹൈദരാബാദിൽ നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിച്ചു. CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് ആറ്റിങ്ങലിൽ കൊടിയുയർന്നു. വൈകിട്ട് സ്വാഗത സംഘം ചെയർമാൻ B സത്യൻ MLA പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. നാളെ ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിനും തുടക്കമായി. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ മൈതാനത്ത് CO പൗലോസ് നഗറിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം K രാധാകൃഷ്ണനാണ് പതാക ഉയർത്തിയത്. നാളത്തെ പ്രതിനിധി സമ്മേളനം രാവിലെ 10 മണിക്ക് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മലബാർ വാച്ചസിന്റെ 10ാമത് ഷോറൂം കോട്ടയത്ത് പ്രവർത്തനം ആരംഭിച്ചു. നഗരസഭാ ചെയർമാൻ KG വാര്യർ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. വിവിധ അന്താരാഷ്ട്ര ബ്രാൻഡുകൾ അടങ്ങുന്ന വാച്ചുകളും ഷോറൂമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സെറാമിക് വാച്ചുകളാണ് ഷോറൂമിന്റെ മറ്റൊരു പ്രത്യേകത. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയിട്ടുണ്ട്.